ഹായ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് യുവാക്കളുടെ യുവതികളുടെ ഹരമായ അറേബ്യക്കാരുടെ പെർഫെക്റ്റ് ഐറ്റമായ പിന്നെ എന്താ പറയുക യൂറോപ്യക്കാരുടെ സ്പെഷ്യൽ ഡിഷായ ഫലാഫലിൻ്റെ ഐറ്റംസ് ട്രൈ ചെയ്യാനാണ്. അപ്പോൾ കേച്ചേരി പന്നിത്തറ റോഡിൽ ഇതിൻ്റെ ഒരു ഹബ്ബ് ഉണ്ട്, ഫലാഫൽ ഹബ്ബ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ ഡിഷുകൾ ട്രൈ ചെയ്യണം. വാ. അപ്പോൾ ഈ പന്നിത്തറ റോഡിൻ്റെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഫലാഫൽ ഹബ്ബ് വരണേ. അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടനാണ് ഫലാഫൽ ഹബിന്റെ ഓണറല്ലേ? അതെ, ഓക്കെ. പേര് നൗഫല്. ആ പിക്കയാണ്. ഓക്കെ. അപ്പൊ ഇക്കത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ 3 വർഷം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ കസ്റ്റമേഴ്സ് ഒക്കെ കുഴപ്പമില്ല. അപ്പൊ ഫലാഫലിന്റെ ഹബ് അങ്ങനെ ഇവിടെ ഞാൻ അധികം കേട്ടിട്ടില്ല. നമ്മുടെ കേസിൽ ഈ ഒരു ബ്രാഞ്ച് തന്നെ ഉള്ളൂ തോന്നുന്നു അല്ലേ? ഒരു ബ്രാഞ്ച് തന്നെ ഉള്ളൂ. നമ്മളെ തൃശ്ശൂർ ജില്ലയിലൊന്നും ഇല്ലത്. ഇല്ല. അപ്പൊ ഈ അറേബ്യങ്ങളുടെ പെർഫെക്റ്റ് ഐറ്റം ആയ നമ്മുടെ യുവതിയുവാക്കളുടെ ഇപ്പൊ ഒരു ഹരമാണല്ലേ ഫലാഫൽസ് ഐറ്റംസ്. ഫലാഫൽ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വരുന്നേ. അറിയാം, ഗൾഫിൽ പോയവർക്കൊക്കെ അവിടുത്തെ പെർഫെക്റ്റ് ഐറ്റം ആണ് ഇപ്പോ ഇക്ക ഇവിടേക്ക് സ്റ്റാർട്ടപ്പ് ചെയ്തതാണ്. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ എന്തൊക്കെയാ വരുന്നത്? വെറൈറ്റി ഫലാഫിലിന്റെ ഐറ്റംസുകൾ തന്നെ വരുന്നത്. അതിലൊരു 5-6 ഐറ്റംസുകൾ ഉണ്ട് മെയിനായിട്ട്. പിന്നെ ഇവിടുത്തെ മെനുവിന്റെ കാർഡ് ഞാൻ നോക്കിയപ്പോ എല്ലാം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മണി ആണ്. വലിയ ഓവർ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കൊരു 100 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഐറ്റംസുകൾ ട്രൈ ചെയ്ത് പോവാം. ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 30 രൂപ വരുന്നുള്ളൂ. ഒരു ഏകദേശം കൂടിപ്പോയാൽ തന്നെ 120 എത്ര സംതിങ് വരുന്നുള്ളൂ. അപ്പൊ ഏത് സാധാരണക്കാർക്കും വന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ ഫലാഫൽ ഹബിന്റെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ളതിന് 120 റുപ്പീസ് വരുന്നുള്ളൂ. മെയിൻ ആയിട്ട് ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണത്? ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളെ കടലയാണത് മെയിൻ ആയിട്ട് വരുന്നത്. വെള്ളക്കടലല്ലേ, അതാണ്. പിന്നെ കുറച്ച് ഇലകളും ലീഫ് ഐറ്റംസുകളും, അതാണ് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത്. അറബിക് ഡിഷാണത്. ഹെൽത്തി ഫുഡാണ്. പിന്നെ എന്തായാലും നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു പോയ ഒരു പയ്യനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ഫുഡ്. എന്റെ പേര് അസർ എന്നാണ്. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ വിഷമിരിക്കുമ്പോ ഇവിടെ കയറുന്നത്. ഇത് ഇക്ക ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇക്ക കളിക്കട് വലിയ ട്രോഫി ഒക്കെ എടുക്കാറുണ്ട്. ക്രിക്കറ്റും ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. അല്ല, ഫുഡ് എങ്ങനെയുണ്ട്? ടേസ്റ്റും കാര്യങ്ങളൊക്കെ? ഫുഡ് അടിപൊളിയാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡാണ്. ഫുൾ ഹാപ്പി ആയിട്ട് കഴിക്കാം. ഏതാണ് കൂടുതലായിട്ട് ട്രൈ ചെയ്യണ ഡിഷ്? ഞങ്ങള് വെജ് ആയിട്ട്. ഓക്കെ, ശരി, താങ്ക് യു. ഈ കട പേര് നസീം. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ. ഇവിടേക്ക് ഈ ഷോപ്പിൽ വന്നപ്പോൾ തന്നെ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ് ഒരു ട്രോഫി. അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട്. ഈ ട്രോഫിയുടെ കഥ എങ്ങനെയാ? ഈ ട്രോഫിയുടെ കഥ? ട്രോഫി നമ്മള് സ്പോൺസർ കൊടുത്തതാണ് നമ്മളെ നാട്ടിലുള്ള ആൾക്ക്. അപ്പോ അത് നമ്മളെ നാട്ടിലുള്ള ക്ലബിന് കൊടുത്തതാണ്. പക്ഷെ അവരെന്നെ എടുത്തു. അപ്പൊ ഇവിടെ കൊടുന്ന് വെച്ചതാണ്. അങ്ങനെയുള്ള ഒരു ഇതാ. ശരി, താങ്ക് യു. ഇക്ക എത്ര നാളെ ഇവിടെ ജോലി? 1.5 വർഷമായിട്ട് പാർട്ട് ടൈം ആയിട്ട് കയറിയതാ. പാർട്ട് ടൈം ആയിട്ട്. ഇക്ക എങ്ങനെയാ വർക്കേഴ്സിന്റെ അടുത്തൊക്കെ? കസ്റ്റമേഴ്സ് ഹാപ്പി അല്ലേ? ഡിഗ്രി ഏതാ? ഡിഗ്രി BSc ബോട്ടണി. ഇന്നിപ്പോ കഴിഞ്ഞു. ഇന്നത്തോടെ റിസൾട്ട് ഒന്ന് കഴിഞ്ഞ് ഗ്രാജുവേറ്റ്. എന്തായാലും അടിപൊളി ആവട്ടെ. പേര്? ഇർഫാൻ. ശരി, താങ്ക് യു. അത്യാവശ്യം കുറെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. എല്ലാത്തരം ഐറ്റംസ് ഒരു ഇതുണ്ട്. പേര്? ആദിഷ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ല ഫുഡാണ്. ഇവിടേക്കാണോ വരാറ്? നല്ല ഫുഡാണ്. ഇടക്കിടക്ക് വരാറുണ്ട്. അപ്പൊ ഏതാ കൂടുതൽ ട്രൈ ചെയ്യാറ്? എഗിന്റെ ഫലാഫൽ റോളും പിന്നെ സാധാ നോർമൽ വെജും കഴിക്കാറുണ്ട്. ശരി, താങ്ക് യു. ഓക്കെ. അപ്പോ ഇങ്ങനത്തെ ഒരു ഷോപ്പ് കൂടെ തുടങ്ങാനായിട്ട് കാരണം? ഞാൻ പുറത്തായിരുന്നു. ഒരു 13 വർഷം കുവൈറ്റിലായിരുന്നു. അറബിക് ഡിഷായിട്ട് ഫലാഫിൽ എന്ന് പറഞ്ഞ ആ ഒരു ഐറ്റമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ കൊറോണയുടെ ടൈമിലാണ് നമ്മളെ ഷോപ്പ് അവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടേക്ക് വരാൻ കാരണം. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്നത്.
ഇപ്പൊ എന്തായാലും ആ സ്റ്റാർട്ടപ്പ് ആകെ ഒരു തൃശ്ശൂർ ജില്ലയിൽ ഒരു ഒറ്റ ഷോപ്പും നല്ല പബ്ലിസിറ്റി ആയിട്ട് റീച്ച് ആയിട്ട് പോണു. എല്ലാ യുവാക്കളുടെ യുവതികളുടെ ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടാണ് ഇപ്പൊ ഇത് പോണേ. കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ചെറിയ പ്രൈസ് ആണ്. അപ്പോ കോളേജ് പിള്ളേരും അത് നേരത്തെ 2 പിള്ളേരെ പറഞ്ഞു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ഇക്കയിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിള്ളേരുടെ എല്ലാ വൈബിനും കാര്യങ്ങളൊക്കെ എല്ലാം കൂട്ടുന്നുണ്ടാവുന്നത് പിള്ളേർ. അപ്പൊ ഞാനിവിടെ തന്നെ ആയിരുന്നു കൂടുതലും. ഞാൻ കുവൈത്തിൽ പോണായിട്ട് മുപ്പിട്ട് നമ്മൾ നാട്ടില് ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകണ്ടായിരുന്നു. അപ്പൊ ബിസിനസിന്റെ രീതികളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോ പുറത്തു പോയപ്പോ ഒരു 10-13 വർഷം കുവൈറ്റിലുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ഫലാഫലിന്റെ ഈ ഫീൽഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഈ ഷോപ്പിന്റെ ടൈം 3:30 മുതല് നൈറ്റ് 10 മണി വരെയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും കുറെ ഔട്ട്ലെറ്റുകൾ തുടങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനി ഫുഡിന്റെ റിവ്യൂലേക്ക് വരാം. അപ്പൊ ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തേക്കണത് ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഇതാണ് ഫലാഫില്. ഇതാണ് നമ്മളെ മെയിൻ ഡിഷ് വരുന്നത് ഫലാഫില്. ഇത് അറബിക് ഡിഷാണ്. പിന്നെ നമ്മൾ റോളിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ ഐറ്റംസ് ഒക്കെ. റോളിംഗ് ഇത് സാധാ ഫലാഫില് 30 രൂപ റേറ്റ് വരുന്നത്. ഇതിൽ നമ്മള് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്, ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ വരുമ്പോ 60 വരും, ചീസ് വരുമ്പോ 45. അങ്ങനെ ചെറിയ പ്രൈസിലാണ്. പിന്നെ നമ്മളെ സ്പെഷ്യൽ ഉണ്ട് അപ്പൊ കഴിഞ്ഞിരിക്കും 120. അപ്പൊ അത് റുമാനി റൊട്ടിയിലെ വരുന്നത്. അതാണ് ഇപ്പൊ നമ്മളെ റേറ്റ് കൂടിയിട്ടുള്ള ഒരു ഐറ്റം, അതാണ് 120. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അല്ല വീട്ടിലേക്ക് ഒരു 4-5 എണ്ണം വേണമെങ്കിൽ 150 റുപ്യ 150 റുപ്യൊക്കെ വരണുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഷവർമ്മ പോയിട്ട് മേടിക്കുകയാണെങ്കിലും 70-80 ആ റേറ്റ് ഉണ്ട്. അപ്പോ ആ റേറ്റിന് ഒരു പുതിയൊരു വെറൈറ്റി ഐറ്റം തന്നെ ആയിക്കോട്ടെ. പിന്നെ കഴിച്ച് പരിചയമില്ല ആൾക്കാർ ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ മതി, അപ്പൊ ഓക്കെയാണ്. വെജ് എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഒരു ബാക്ക് തിരിവുണ്ടാവും. അപ്പോ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് അത്. പിന്നെ എന്തായാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ. ഓക്കെ. സംഭവം 70 രൂപ 30 രൂപയ്ക്കുള്ളൂ ഈ റോളിന്. നമ്മളൊരു ഷവർമയുടെ ഒരു ക്വാണ്ടിറ്റി വന്നിട്ട് ഇതിലുണ്ട്. പിന്നെ ടേസ്റ്റ് അതിൽ പറയേണ്ട നല്ല ചിക്കൻ്റെ ഒക്കെ പീസുകളൊക്കെ നല്ല രീതിയിൽ ബന്ധമുള്ള ഒരു പീസുകളാണ്. പിന്നെ അത്യാവശ്യം വെജിറ്റേറിയൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മയോണൈസും അത്യാവശ്യം വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ഒരു മസ്റ്റ് ട്രൈ ചെയ്യണം. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതാണ് മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസിൽ തന്നെ 2-3 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ക്രീമി ചിക്കൻ, ക്രീമി ചീസൊക്കെ. അപ്പോൾ അത് രണ്ടും കൂടെ കഴിഞ്ഞു. അപ്പം നമ്മളെന്തായാലും ലാർജാണ് മേടിച്ചത്. സംഭവം ഈ സോസും മയോണൈസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് വന്നേക്കണേ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല, 50 രൂപ വരുന്നുള്ളൂ സ്റ്റാർട്ടിങ് ഒക്കെ. എന്തായാലും വന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കടയുടെ മൊത്തത്തിൽ ആംബിയൻസ് അടിപൊളിയാണ്. ഫാമിലീസിനും കോളേജ് സ്റ്റുഡൻസിനും കപ്പിൾസിനും എല്ലാവർക്കും വന്ന് ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പിന്നെ നല്ല മ്യൂസിക്കും എല്ലാം ഉണ്ട് ഇവിടെ, ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ വഴിക്കൊക്കെ പോകുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനിയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈ പേജ് നമ്മുടെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ട്രാവലൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.